രാം നാരായൺ രാം. കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളിൽ നമ്മൾ സൃഷ്ടി എങ്ങനെയായാണ് സൃഷ്ടിക്കപ്പെട്ടത്, നമ്മെയും നിങ്ങളെയും എന്തുകൊണ്ടാണ് സൃഷ്ടിച്ചത് എന്ന കാര്യം പഠിച്ചിരുന്നതാണ്. ഇന്ന് നമ്മൾ സൃഷ്ടിയുടെ സൃഷ്ടിയാകുന്നത് എവിടെ നടന്നതാണെന്നു ചർച്ച ചെയ്യാം. നമുക്കെല്ലാം സൂര്യനെ കാണാൻ സാധിക്കും. ആകാശത്തിൽ ഒരു വൃത്താകാരമായ എന്തെങ്കിലും ഉണ്ട് എന്ന അനുഭവം നമുക്ക് ഉണ്ടാക്കാം. അത് നമ്മളുടെ കണ്ണുകളിൽ കാണാം. അതിന്റെ താപം അനുഭവിക്കാൻ കഴിയും. കാലാവസ്ഥ മാറ്റം വരുമ്പോൾ നാം അതിന്റെ താപം കൂടിയെങ്കിൽ കുറയുന്ന താപം അനുഭവിക്കാമോ? ഇവയെല്ലാം നാം അനുഭവിക്കാം. വായുവിനെക്കുറിച്ചോ വായുവിനെ എന്നും എത്രത്തോളം അനുഭവിക്കാമെന്ന് പറഞ്ഞാൽ അത് കാണാനാവില്ലെങ്കിലും അത് നമ്മൾ അനുഭവിക്കാൻ കഴിയുന്നു. നീരിന്റെ കാര്യത്തിൽ വെള്ളം ഒരു ഇളവാണ്. നിങ്ങൾ അത് ഏതു ആകൃതിയിലാക്കുകയായാലും അത് ആ ആകൃതിയിലേക്ക് മാറും. വെള്ളമില്ലാതെ ജീവൻ ചിന്തിക്കാനാകുമോ? ഇല്ല. ഇതെല്ലാം ദൈവത്തിന്റെ ഭാഗമാണ്. ഈ ഭൂമിയാണോ നമുക്കുള്ളത്? ഭൂമിയിലെ എല്ലാം ജീവികൾ, ജീവി സമൂഹങ്ങൾ നമുക്കൊപ്പം ഈ ഭൂമിയിൽ ജീവിക്കുന്നു. മരങ്ങളുടെ അടിപ്പൂമ്പുകൾ ഭൂമിയുടെ താഴേക്ക് ദൂരങ്ങളോളം വ്യാപിച്ചിരിക്കുന്നു. അവയെ ഭൂമി സ്നേഹത്തോടെ താങ്ങുന്നു. ഇവിടെ വലിയ വലിയ കെട്ടിടങ്ങൾ കെട്ടുന്നു, ഖനനം നടത്തുന്നു, ഭൂമിയെല്ലാം ഭരിച്ചുകൊണ്ടിരിക്കുന്നു. ഇവല്ല ദൈവത്തിന്റെ ഭാഗമാണ്. സൂര്യൻ, വെള്ളം, ഭൂമി, വെള്ളം എല്ലാം മഹാകാശത്തിൽ നിന്നും പിറവിയെടുത്തവയാണ്. നക്ഷത്രങ്ങൾ, ഗ്രഹങ്ങൾ എല്ലാം മഹാകാശത്തിൽ നിന്നാണ് ഉണ്ടായത്. മഹാകാശം ഇവയെല്ലാം മാതാവിന്റെ ഗൗരവത്തിൽ തന്റെ കൈവശമെടുക്കുന്നു. ആകാശത്തിൽ നിന്നുമാണ് അന്തരീക്ഷം, പ്രകൃതിയിൽ നിന്നുമാണ് എല്ലാം നമുക്ക് ലഭിച്ചത്. ഇതാണ് ഇതിൽ കൂടുതൽ ഒന്നുമില്ല. ആകാശം ഒരിക്കലും പാടുപെട്ടിട്ടുമെല്ലാം ഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ ഇല്ലാതാക്കുന്നത് ഞാനാണ്, എല്ലാം എന്റെ മുന്നിൽ എല്ലാം ചെറുതാണ് എന്ന് പറയുകയാണോ? ഇല്ല, അല്ലേ? അപ്പോൾ ആ കാര്യങ്ങളിൽ നിന്ന് ജനിച്ച മനുഷ്യൻ ഇത്രയും അവഗണനയ്ക്കു തന്നെ കാരണം എന്താണ്? മനുഷ്യൻ ഞാനാണ് എല്ലാം എന്ന കഥ പറക്കുന്നതെന്തിനാണ്? ഈ ഓർമ്മപ്പെടുത്തലുകളും മനുഷ്യന്റെ സ്വഭാവത്തെ പുതിയതായി കണ്ടെത്തുകയും ചെയ്യേണ്ടത് ഇന്നത്തെ ആവശ്യമാണ്.